കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം കടമ്പോട് പ്രദേശത്തിറക്കിയ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. സംഘത്തിന്റെ കൃഷി ഉപസമിതി കൺവീനർ CV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EK ശശീന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ ലാലു തേറാട്ടിൽ, TD ശ്രീധരൻ, സെക്രട്ടറി CS സുരമ്യ, കൃഷിക്കായി ഭൂമി നൽകിയ TD സഹജൻ എന്നിവർ സംസാരിച്ചു. വാഴകൃഷിയുടെ കൊല വെട്ടുന്ന ഒരു ദിവസമാണെന്ന്. അതിന് ഇവിടെ എത്തിച്ചേർന്ന പ്രസിഡന്റ് ചന്ദ്രേട്ടൻ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവായി സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനായി മാഷെ ക്ഷണിക്കുന്നു. നമ്മുടെ കാർഷികോൽപാദന സംഭരണ വിതരണ സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു വലിയ കാർഷിക പ്രവർത്തനമാണ് ഈ 400 വാഴ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അതിലെ മുഖ്യ പ്രവർത്തകൻ എന്ന് പറയുന്നത് ചന്ദ്രൻ ചേട്ടനാണ്. ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃഷിയെക്കുറിച്ചിട്ട് അറിയുന്ന ആളുകൾ തന്നെ ഞങ്ങളിൽ വളരെ കുറവാണ്. കൃഷിയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ചന്ദ്രൻ ചേട്ടൻ്റെ നേതൃത്വം നമ്മളെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഭൂമിയുടെ ഉടമയായിട്ടുള്ള സഹജൻ ഭൂമി ഉടമ എന്ന് മാത്രമല്ല നമ്മുടെ ഒരു സഹകാരി കൂടിയാണ്. അതിൻ്റെ വലിയ പ്രവർത്തനം, വലിയ സഹായമാണ് കൃഷിയുടെ വിജയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതുപോലെ അയൽവാസി എന്നുള്ള നിലയ്ക്കും സഹകാരി എന്നുള്ള നിലയ്ക്കും ശ്രീധരേട്ടൻ പയർ കൃഷിയൊക്കെ നടക്കുന്ന സമയത്ത് വലിയ സംഭാവനയാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. നമുക്ക് ഇതുവരെ ഈ പ്രവർത്തനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സഹകരണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം ഇതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോവുകയും വിപുലപ്പെടുത്തുകയും ചെയ്യുന്നതിന് സഹകാരികളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൃഷി ഉപസമിതി കൺവീനർ CV ചന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ സഹകരണ പ്രത്യേകം കൂടി പറയുന്ന എല്ലാവരും സാന്നിധ്യത്തിൽ ഇത് ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 400 വാഴകളോട് വെച്ചെങ്കിലും കൂടി ആ വാഴയുടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ കൂടുതൽ പണികൾ ഇവിടെ ചെയ്തത് സഹജനും മാഷ് നല്ലമായി പണിയെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇത് മുഴുവനും ഇതുപോലെ ആക്കാൻ പറ്റിയത്. ചെറിയ കാര്യമല്ല അത്. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ചെയ്ത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കുക എന്നല്ലാതെ എനിക്ക് വേറെ മറ്റ് കൃഷികൾ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മുഴുവൻ ഇവിടെ എത്താൻ പറ്റാറില്ല. പക്ഷേ ഇവരുടെ നല്ലൊരു പ്രയത്നത്തിലുണ്ട്. പിന്നെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അടുത്ത തവണ ഒന്നുകൂടി പരിഗണിക്കും, എന്നിട്ട് ഒന്നുകൂടി വിപുലാക്കും. ഇപ്പോൾ ഒരുവിധം നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു തോട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കായര വരെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് താഴേക്ക് പോയി നിൽക്കണം, 36, 37 നിൽക്കണം, 47, 48 ഉണ്ടായതാണ്. അപ്പോൾ നമ്മളിത് വെട്ടി തുടങ്ങുമ്പോഴേക്കും ഒന്നും കൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. നമ്മളെ വെട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്താൻ പോകണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം രേഖപ്പെടുത്താനും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.